നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ വെൽക്കം ടു മൈ ടോക്ക് ഷോ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വയസ്സുകാലത്തെ വിദേശ രാജ്യങ്ങളിലെ ജീവിതം. അതായത് നമുക്കറിയാം 80കളിലും 90കളിലും വിദേശ രാജ്യങ്ങളായിട്ട് അമേരിക്കയിലേക്കും കാനഡയിലേക്കും യൂറോപ്പിലേക്കൊക്കെ മലയാളികൾ കുടിയേറി. അന്ന് കുടിയേറിയ ഒരു വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു തലമുറ ഇന്ന് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊന്ന് 55 അല്ലെങ്കിൽ 65 ആളവുമായി റിട്ടയർമെൻറ്റിലേക്ക് അടക്കുമ്പോൾ ഒരു പുനർചിന്ത അവർക്ക് വരികയാണ്, നാട്ടിലേക്ക് തിരിച്ചു പോയാലോ എന്ന്. ഞാൻ പറയാൻ പോകുന്ന കേൾക്കേണ്ട വ്യക്തികൾ ഒരു കാര്യം വ്യക്തമാക്കി മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു തുണ്ട് ഭൂമി അല്ലെങ്കിൽ ഒരു വീടോ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങളത് വിൽക്കരുത്. ഒരു ഫാഷനാണ്. എന്നൊരു ശരാശരി മലയാളിയോട് ചോദിച്ചാൽ അവർ പറയും, നാട്ടിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് അസാധ്യമാണ്, ഇനി ഞങ്ങൾ ഇവിടെ തന്നെയാണ്, നാട്ടിൽ എന്തിനാണ് ഭൂമി, വീട് എന്തിനാണ്, അല്ലെങ്കിൽ നാടുമായൊരു ബന്ധം ഞങ്ങൾക്ക് ആകെയുള്ളത് എന്ന് പറയുന്നു. ഓണം ആഘോഷിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വേമ്പനാട്ട് കായലിൽ കൂടെ തുള്ളി നടക്കാൻ പോകുന്നു. അത്തരത്തിലുള്ള ആഘോഷങ്ങൾ അവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്കുള്ള ഭൂമി നാട്ടിലെ ബംഗാളിക്ക് വിറ്റ് ബംഗാളികളുടെ കേരളമാക്കി പോകുന്നതിന് മുമ്പ് ആലോചിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വരും. വരാനുള്ള കാരണം എന്ന് പറയുന്നത് അമേരിക്ക നാട്ടിപ്പുറത്താക്കലോ അല്ലെങ്കിൽ ട്രംപ് ചവിട്ടിപ്പുറത്താക്കിയതുകൊണ്ടല്ല. കാരണം എന്ന് പറയുന്നത് ഇവിടെ വരുന്ന അനിയന്ത്രിതമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ബാധ്യത, അല്ലെങ്കിൽ ഇവിടെ വർദ്ധിച്ചു വരുന്ന ചെലവുകൾ താങ്ങാതെയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ നാടായിരിക്കും ആശ്രയം. ഇന്ന് ഈ കാലഘട്ടത്തിൽ പോലും 2026 കാലഘട്ടത്തിൽ പോലും അമേരിക്കയിലെങ്ങും, ഞാൻ അമേരിക്ക സംസാരിക്കുന്നത്, 82, 85 വയസ്സുള്ള അമ്മച്ചിമാരും അപ്പച്ചിമാരും ഇവിടെ ജോലിയെടുക്കുന്നത് കാണാൻ സാധിക്കും. ഊബർ ഓടിക്കുന്നു, ചിലർ ടീച്ചർമാരായിട്ട് ജോലിയെടുക്കും, സബ്സ്റ്റിറ്റ്യൂട്ട് ടീച്ചർമാരെന്ന് പറയും, ചിലർ കടകളിൽ ജോലിയെടുക്കുന്നു. അവർ ജോലി എടുക്കുന്നതിന് മെയിൻ കാരണമെന്ന് പറയുന്നത് ഫാൻസിക്കോ ടൈം പാസിനോ അല്ല, ജീവിത ചെലവ് അവർക്ക് രണ്ടറ്റവും മുട്ടാൻ സാധിക്കുന്നില്ല. കാരണം റിട്ടയർമെൻറ്റിന് ശേഷം ഇവിടെ പലപ്പോഴും ഈ സർക്കാർ ഓഫീസുകളിൽ ജോലി എടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ പെൻഷൻ എന്ന് പറയുന്നത്. ഇന്നാണെങ്കിൽ അതുപോലുമില്ല, തുച്ഛമായ പെൻഷനാണ് സർക്കാർ ഓഫീസിൽ പോലും. പല കമ്പനികളും സേവനങ്ങൾ, അതായത് ഈ പറയുന്ന ശമ്പളത്തിന് പുറമേയുള്ള സേവനങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണ് കമ്പനികൾ. 55, 65 വയസ്സാകുമ്പോൾ ആര് നോക്കും നിങ്ങളെ? നിങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യം കൊണ്ട് ജീവിക്കാൻ സാധിക്കും അമേരിക്കയിൽ. ഒരുപക്ഷെ ജീവിത കാലഘട്ടത്തിൽ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി വിലയേറിയ വസ്തുക്കൾ, വിലയേറിയ സമ്മാനങ്ങൾ, വിലയേറിയ വെക്കേഷൻ, ഒരുപക്ഷെ വലിയ വലിയ സ്കൂളുകൾ കൊടുത്തിരിക്കാം. നിങ്ങളുടെ ജോലി നിങ്ങളുടെ കടമയായിരിക്കാം എന്ന് കരുതി അവർക്കൊരു ബാധ്യതയാവാൻ സാധിക്കാതെ വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആശ്രയം എന്ന് പറയുന്നത് കേരളമായിരിക്കാം. ഒരു $2000, ഒരുപക്ഷെ ഇവിടെ ശരാശരി ഒരു വ്യക്തിക്ക് $2000 സോഷ്യൽ സെക്യൂരിറ്റി ആയിട്ട് കിട്ടുമായിരിക്കും. സോഷ്യൽ സെക്യൂരിറ്റി ഇവിടുത്തെ നമ്മുടെ പെൻഷൻ പോലെ സർക്കാർ തരുന്ന ഒരു തുകയാണ്. അതുകൊണ്ട് 2000 കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് അമേരിക്കയിൽ ഒന്നും ജീവിക്കാൻ സാധിക്കില്ല. അതിൻ്റെ പകുതി പോലും ഒരുപക്ഷെ നിങ്ങളുടെ ഇൻഷുറൻസിന് പോലും പോകും. നിങ്ങളുടെ പ്രോപ്പർട്ടി ടാക്സ്, നിങ്ങൾക്ക് സ്വന്തമായൊരു വീടുണ്ടെങ്കിൽ അതിനുള്ള ടാക്സ് ഓരോ വർഷം ചെല്ലുന്തോറും കൂടി കൂടി പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള 2000 കൊണ്ടോ 3000 കൊണ്ടോ ഒരുപക്ഷെ ഓരോ ഇത് അമേരിക്ക മാത്രമല്ല, എല്ലാ വിദേശ രാജ്യങ്ങളിലും മലയാളികൾക്ക് ജീവിച്ചു പോകാൻ സാധിക്കില്ല. 65 കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ മക്കളോട് ആവശ്യപ്പെടാൻ സാധിച്ചു എന്ന് വരില്ല, ഞങ്ങൾ നോക്കണം, ഞങ്ങൾക്ക് പണം തരണം. ഒരുപക്ഷെ അത് അവർക്കും അത് സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുണ്ടാക്കാം. കാരണം അവരെ സ്ഥിതി നമുക്ക് അറിഞ്ഞുകൂടാ. പണം ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, അവർക്കുണ്ടായിട്ടും അതൊരു വേറൊരു കഥ. അതൊരു പക്ഷെ നമുക്ക് ഒരു ഹോപ്പും കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എൻ്റെ മക്കളെന്നെ നോക്കുമെന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് നാട്ടിലൊരു തുണ്ട് ഭൂമി ഉണ്ടെങ്കിൽ മാറ്റിയിട്ടേക്കുക. ഇവിടെ കിട്ടുന്ന ഈ $2000 കൊണ്ട് നാട്ടിൽ പോയാൽ സുഖമായി നിങ്ങൾക്ക് ജീവിക്കാം. വരും കാലഘട്ടങ്ങളിൽ ഇനി കേരളത്തിൽ വളർന്നു വരാൻ പോകുന്ന ബിസിനസ് എന്ന് പറയുന്നതൊക്കെയായിരിക്കും. ഈ കന്യാസ്ത്രീകളും അച്ഛന്മാരൊക്കെ പല സ്ഥലങ്ങളിലും ഈ പറയുന്ന ഒരു കോമ്പൗണ്ടിനുള്ളിൽ വൃദ്ധസദനം എന്നല്ല പറയുന്ന ഒരു കമ്മ്യൂണിറ്റി പോലെ ആരംഭിച്ചിട്ടുണ്ട്. 50+ കമ്മ്യൂണിറ്റി ഇവിടെ അമേരിക്കയിലുണ്ട്. 55+ കമ്മ്യൂണിറ്റി എന്ന് പറയും. അതായത് 55 കഴിഞ്ഞവർക്ക് മാത്രമേ ആ കമ്മ്യൂണിറ്റിയിൽ വീട് വാങ്ങാൻ സാധിക്കൂ. പല കാര്യങ്ങളുണ്ട്. അതൊരു വൃദ്ധസദനമല്ല, അത് അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ, അവർക്ക് സൗകര്യങ്ങളുണ്ട്, ചെറിയ ടാക്സ് ഇളവുണ്ട്. അത്തരത്തിലുള്ള സംരംഭങ്ങൾ ഇനി നാട്ടിൽ പൊന്തി വരും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു വീട് വാങ്ങിച്ചിട്ടാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ പറയുന്ന തുക കൊണ്ട് നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ സാധിക്കും. ഇന്നത്തെ പോലെ ആയിരിക്കില്ല. 10-20 വർഷം കഴിയുമ്പോൾ, അതായത് നാട്ടിലെ ഭൂമി വിറ്റ് ആ പണം പുട്ടടിക്കുന്ന ഓരോ മലയാളി അന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഭൂമി ഒരുപക്ഷെ വല്ല പയ്യന്മാരുടെ കയ്യിലോ അല്ലെങ്കിൽ വല്ല ഭായിമാരുടെ കയ്യിലോ ആയിരിക്കും. ഈ വിലയ്ക്ക് തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് കളയാതെ സൂക്ഷിക്കുക.
കാരണം കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ സർക്കാരുകൾക്ക് പ്രവർത്തിക്കാൻ ഫണ്ടുകളില്ല, ടാക്സ് കൂട്ടുകയേ നിവൃത്തിയുള്ളൂ. കാരണം കഴിഞ്ഞ അമേരിക്ക സംസാരിക്കുമ്പോൾ എനിക്കറിയാം, കഴിഞ്ഞ 2020 മുതൽ അമേരിക്ക മാത്രമല്ല എല്ലായിടത്തും അങ്ങനെയാണ്, സർക്കാരുകൾക്ക് പ്രവർത്തിക്കാൻ ഫണ്ടില്ല, കൂട്ടുകയാണ്. 30-40% ടാക്സ് കൂട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ശമ്പളം കൂടുന്നില്ല, ശമ്പളമല്ല കിട്ടുക, നിങ്ങൾക്ക് പെൻഷൻ. ആ പെൻഷൻ തുക കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മെഡിക്കൽ ആവശ്യങ്ങളോ നിങ്ങളുടെ ജീവിത ചെലവുകളോ നിയന്ത്രിക്കാൻ പറ്റാതെ വരും. അപ്പോൾ നിങ്ങൾ ഊബർ ഓടിക്കാനോ 65-ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് 19 വർഷം ജോലി എടുത്തിട്ടാണ് ആലോചിക്കണം. ഈ പണിക്ക് പോകുന്നതിന് മുമ്പ് ആലോചിക്കുക. തള്ളിപ്പറഞ്ഞുകൊണ്ട് ഭൂമി വിറ്റുകൊണ്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരില്ല, ഇന്ത്യ എന്ന് പറയുന്നത് എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നതോടെ ഞാൻ പറയുന്നേ, ഈ ദേശം അന്നും ഉണ്ടായിരിക്കും. ശരിയാണ്, അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷേ ആ സാഹചര്യത്തിൽ വാർദ്ധക്യ കാലഘട്ടത്തിൽ ജീവിക്കാനായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് പറ്റിയൊരു പ്രദേശം ഒരുപക്ഷെ കേരളമായിരിക്കാം. കാരണം ഭൂപ്രകൃതി കൊണ്ടും ഭാഷ കൊണ്ടും നമുക്കതായിരിക്കും ഒരുപക്ഷെ നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഭൂമി സൂക്ഷിക്കുക, റിട്ടയർമെൻറ്റിലേക്ക് നിങ്ങൾ കരുതി വെക്കുക. ഒരു കാര്യം വ്യക്തമായി ആലോചിക്കുക, നാട്ടിലുള്ള ബന്ധങ്ങൾ കളയാതിരിക്കുക. കാരണം നിങ്ങൾക്ക് തിരിച്ചു പോയേ പറ്റൂ. കാരണം അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിലും സർക്കാരുകൾക്ക് പ്രവർത്തിക്കാൻ ഫണ്ടില്ല. ഇപ്പോൾ കാനഡയിലായാലും യൂറോപ്പിൽ ലണ്ടൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ്. ഞാൻ ഇതിലേക്കൊന്നും കടക്കുന്നില്ല, വീഡിയോസ് ഒരുപാട് പറഞ്ഞതാണ്. അവിടെയുള്ള മലയാളികളുടെ ശ്രദ്ധയാണ്, പൊന്നു മക്കളെ, നിങ്ങൾ നാട്ടിലെ ഭൂമി വിറ്റ് അവിടെ പുട്ടടിക്കല്ലേ. കാരണം ലണ്ടൻ എന്നൊക്കെ പറയുന്ന വരും കാലഘട്ടങ്ങളിൽ അവർ എങ്ങനെയാണ്, അവർക്ക് ഒരു മാനുഫാക്ചറിങ് ഇല്ല അവിടെയൊന്നും. എന്തോ ഉണ്ടാക്കുന്ന ഈ ആളുകളെ പിഴിയുക എന്നല്ലാതെ വേറെ വരുമാനമില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ സാരാംശം എന്ന് പറയുന്നത്, ഭൂമി വിൽക്കുന്നത് ശ്രദ്ധിക്കുക, തിരിച്ചു വരേണ്ടി വരും.